ഒരു തവണ ജയിലിൽ പോവേണ്ടി വന്നൊരു കഥ പറയാം. ഇതങ്ങനെ പോയതല്ല. 160 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ജയിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിട്ട് കണ്ടില്ലെങ്കിൽ മോശമല്ലേ? അതും AKGയും EMSും ഒക്കെ കിടന്നെന്ന് പറയപ്പെടുന്ന ഒരു ജയിൽ നമ്മുടെ കൊച്ചിയിൽ. നമുക്ക് കുറച്ച് കൊച്ചി വർത്തമാനം പറയാം. വെൽക്കം ടു കൊച്ചി. പറയാം ഞാൻ പടിഞ്ഞാട്ട് കണ്ണും നട്ടിരിക്കണ പെൺകിടാത്തിയെ പറ്റി, സായിപ്പ് ആ പെൺകിടാത്തിയെ പറ്റി. മൊത്തം ഇന്ത്യയിൽ ഫോർട്ട് കൊച്ചി മാതിരി വേറൊരു പ്രദേശം ഉണ്ടാവില്ല. 3 യൂറോപ്യൻ കൊളോണിയൽ പവേഴ്സ് ബാക്ക് ടു ബാക്ക് ഭരിച്ച ഇന്ത്യയിലെ ഒരേ ഒരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നാലെ ഡച്ചുകാർ, അവസാനം ഇംഗ്ലീഷുകാർ. അതായത് മൊത്തത്തിൽ 444 വർഷം വിവിധ കൊളോണിയൽ ഭരണങ്ങൾക്ക് കീഴിലായിരുന്നു ഫോർട്ട് കൊച്ചി. ബ്രിട്ടീഷ് ഭരണകാലമായപ്പോഴേക്കും സ്വാതന്ത്ര്യത്തിനുള്ള മുറവിളികൾ മുഴങ്ങാൻ തുടങ്ങി. സമരക്കാരെ തുറങ്കിലടയ്ക്കാൻ രാജ്യത്തുടനീളം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ജയിലുകളിൽ ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഫോർട്ട് കൊച്ചിയിലെ ജയിൽ. ഇന്നത്തെ ഫോർട്ട് കൊച്ചി RD ഓഫീസ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥിരാകേന്ദ്രമായിരുന്നു. അതിനോട് ചേർന്നാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഫോർട്ട് കൊച്ചി ചെന്നാൽ നമുക്ക് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഈ ജയിൽ കാണാൻ പറ്റും. ഈ സംഭവം കൺസ്ട്രക്ട് ചെയ്ത ഡേറ്റ് കൃത്യമായി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും മേൽക്കൂരയിൽ മേഞ്ഞിരിക്കുന്ന റൂഫ് ടൈലിൻ്റെ മുകളിലെ ഡേറ്റ് നോക്കിയാൽ ഏകദേശം 1865 ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. 2009 കൊച്ചിൻ ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ സൊസൈറ്റിയാണ് ജീർണാവസ്ഥയിലായിരുന്ന ഈ കെട്ടിടം റെനോവേറ്റ് ചെയ്ത് സന്ദർശകർക്ക് തുറന്നു കൊടുത്തത്. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പിന്നീട് ഇത് മ്യൂസിയം ആക്കുകയും ജയിൽ ഓഫ് ഫ്രീഡം എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരെ വിചാരണ പോലും ഇല്ലാതെ തടവിലാക്കിയ ഒരു ചരിത്ര സ്മാരകത്തിനകത്ത് നിൽക്കുമ്പോൾ വേറിട്ടൊരു ഫീലിംഗ് തന്നെയാണ് കിട്ടുക. വെറും 50 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഇടുങ്ങിയ 8 തടവുമുറികളാണ് ഇവിടെ ഉള്ളത്. കോൺക്രീറ്റിൽ തീർത്ത കിടക്കാനുള്ള ഒരു തിണ്ടും ഉയരത്തിലൊരു ചെറിയ വെന്റിലേഷനുമാണ് ആകെയുള്ളത്. EMS നമ്പൂതിരിപ്പാട്, അക്കാമ ചെറിയാൻ, AKG, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അങ്ങനെ പല ഫ്രീഡം ഫൈറ്റേഴ്സിനെയും ഇവിടെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഈ വാദങ്ങൾ ഉറപ്പിക്കാനുള്ള കൂടുതൽ പഠനങ്ങൾ അനിവാര്യമാണെന്ന് കൊച്ചിൻ ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി നോഡൽ ഓഫീസറും ചരിത്രകാരനുമായ ശ്രീ ബോണി തോമസ് പറയുന്നു. ഇന്ന് ജയിൽ ഓഫ് ഫ്രീഡം കൊച്ചി ബിനാലയുടെ ഒരു വേദി കൂടിയാണ്. ഫ്രീ എൻട്രിയാണ്. ഇന്ന് ഈ ബിനാലെ സമയത്ത് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫോട്ടോ ജേർണലിസ്റ്റായ ഹൊമൈ വ്യാരാവാലയുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ത്രിവർണ്ണ പതാക റെഡ് ഫോർട്ടിൽ ആദ്യമായി ഉയർത്തിയതും ലോർഡ് മൗണ്ട് ബാറ്റൺ അവസാനമായി സല്യൂട്ട് ചെയ്തതും തുടങ്ങി എണ്ണമറ്റ ചരിത്ര നിമിഷങ്ങൾ പകർത്തിയ ലേഡിയാണ് അവർ. ജസ്റ്റ് നാളെ പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഓടിപ്പോയിക്കോ ജയിലിലേക്ക്.